കലം, നല്ല കലം. കലത്തിൽ അരിയിട്ട് അതിൽ വെള്ളമൊഴിച്ചാൽ അത് ചോറാകും. ചോറൊരു ദിവസം പഴകിയാൽ അത് പഴം ചോറ്. പഴം ചോറിൽ വെള്ളമൊഴിച്ചാൽ പഴം കഞ്ഞി. കലത്തിലെ കഞ്ഞി. എന്താ ഇതൊക്കെ? കവിത. നീ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് കവിത ഉണർന്നു. എനിക്കുണ്ടല്ലോ ഇപ്പൊ കവിത എഴുതാനുള്ള ത്വരയാണ്, ത്വര. ഞാൻ എഴുതും. എന്തിനെ കുറിച്ചും ഞാൻ കവിത എഴുതും. ആ ഗ്യാസ് സ്റ്റൗ, അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ കവിത ഉണ്ടാക്കും. ദാ കേട്ടോ, ഗ്യാസ് സ്റ്റൗ. ഗ്യാസ് സ്റ്റൗ, ഗ്യാസിനു ഭയങ്കര വില. ഗ്യാസു ലീക്കു ചെയ്താൽ അപകടം, അപകടം നിശ്ചയം. ഇത് ഗദ്യമല്ലേ സുഗുണേട്ടാ? വെറും ഗദ്യം. അതാണ് നീ മണ്ടിയാണെന്ന് പറയുന്നത്. ഗദ്യം പദ്യം പോലെ പറഞ്ഞ പദ്യമാണ്. നീ ശ്രദ്ധിച്ചു കേട്ടോ. എന്നിട്ട് പറ, ഞാൻ ഈ പറയുന്നത് പദ്യമാണോ ഗദ്യമാണോ എന്ന് കേട്ടാ. കവിതയുടെ പേര് എന്താന്ന്? നോക്ക്, ഗ്ലാസ്. ഗ്ലാസിനെ കുറിച്ചുള്ള കവിത. ഗ്ലാസ്. ഗ്ലാസിൽ വെള്ളം കുടിക്കാം. ദാഹിക്കുമ്പോൾ വെള്ളം വേണം. വെള്ളം കുടിച്ചാൽ ദാഹം മാറും. ഗ്ലാസ്. ഈശ്വര, സുഗുണേട്ട ഒരു ആപത്ത് വരുത്താതെ കാത്തോണേ. കറക്റ്റ്. ഈശ്വരനെ കുറിച്ചൊരു കവിത ഇപ്പൊ പാടാം. ഈശ്വരൻ, നമ്മളെല്ലാവരും ഈശ്വരനെ കൊഴുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമകാരുണികനായ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശ്വര നിനക്കു സ്തുതി. നീ പോയാ? സാറേ, ഓ ലീലാവ് ചേച്ചി ഇല്ല ഇവിടെ? ഇല്ല രാം സിംഗ്, എത്തിയിട്ടില്ല. എന്താ? അല്ല ഒന്നുമില്ല. ചേച്ചിയുടെ പേരിൽ ഓഫീസിൽ ഡെപ്പോസിറ്റിന് വേണ്ടി ഭയങ്കര പിരിവ് നടക്കുക. അല്ല, 1-2 പയ്യന്മാരെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഞാനാ. ട്രെയിനിങ് കൊടുത്തല്ല എക്സിക്യൂട്ടീവുമാരെ വിട്ടിരിക്കുന്നത്. കൊടുത്ത കാശ് കൃത്യമായിട്ട് വരുന്നുണ്ടോ സാറേ? അതൊക്കെ ഒരുമിച്ച് സെറ്റിൽ ചെയ്യും. അല്ല, കാലം വല്ലാത്ത കാലമാണ്. ഈ കാശൊക്കെ ഉടനെ മേടിച്ചോണ്ട് ലീലാവ് ചേച്ചിയോടൊന്ന് പറഞ്ഞേക്കണം. അപ്പൊ ഞാനങ്ങോട്ട്. ഇന്ന് റാം സിംഗ് നരേട്ടനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേട്ടപ്പോ എന്തോ ഒരു പേടി പോലെ. എന്താ നാത്തൂനെ? ഓഫീസിലെ പ്രൊമോഷൻ, അതിനുവേണ്ടി എക്സിക്യൂട്ടീവുകളെ നിയമിച്ചിരുന്നില്ലേ, അവരെ കുറിച്ചാ. എന്തോ കുഴപ്പം പോലെയൊക്കെ പറഞ്ഞ്. എന്താ കുഴപ്പം? അങ്ങനെ സംഭവിക്കില്ല എന്റെ കുഞ്ഞിഷ്ണ, ഒന്നും സംഭവിക്കില്ല. എന്താ നാത്തൂനെ? ഒന്നുമില്ല ശാരദ. പെട്ടെന്ന് മനസ്സിലൊരു പേടി വന്നു, അത് മാറി. നാത്തൂന്റെ പേടി മാറി. എനിക്കൊരു പേടി തുടങ്ങിയിട്ടുള്ളൂ നാത്തൂനെ. എന്താ ശാരദ? എന്താ? നീ കാര്യം പറ. സുഗുണേട്ടൻ കവിയായി. എന്താ കാര്യം പറ. സുഗുണേട്ടനെ കവിയായി. എപ്പോഴും കവിയല്ല, ഇടയ്ക്കിടയ്ക്ക് കവി. സുഗുണേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കവിയായി നാത്തൂനെ, ഇടയ്ക്കിടയ്ക്ക് കവി. എന്താണെന്നറിയില്ല, മനസ്സിന് എപ്പോഴും ഒരു വിങ്ങല് തന്നെ. എന്റെ വല്യമ്മാവനും ഇങ്ങനെയായിരുന്നു. ഗ്യാസ് കയറിയതാ, ഡോക്ടറെ കാണിച്ചാൽ മതി. ശരിയാ? അയ്യേ ബസ്റ്റ്, ഇത് ആ വിങ്ങലല്ല. പിന്നെ ഇത് ഉള്ളിലെ വിഹ്വലത, കവിതാപരമായ വിങ്ങൽ. ഓ, അപ്പം കവിതാപരമായിട്ടുള്ള ഗ്യാസ് ആയിരിക്കും അല്ലേ? എടാ, ഇത് അങ്ങനെയല്ല. ഞാനന്ന് പ്രേമത്തിനെ കുറിച്ചും കാറിനെ കുറിച്ചും ഒക്കെ കവിത എഴുതിയില്ല. അതിനുശേഷം കവിത എന്റെ ഉള്ളിലൊരു ലഹരിയായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ എന്തിനും ഏതിനും കവിതയാണ്. ദേഷ്യം വരുമ്പോ ഞാൻ ശാരദ എടി പടി എന്നൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത്. എന്നാ ഇന്നലെ ദേഷ്യം വന്നപ്പോൾ വിളിച്ചത് എടി ഇറങ്ങിപ്പോടി എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ മനസ്സിൽ ഒരു കവി ജനിച്ചു കഴിഞ്ഞു. അത് വേറിട്ട് നിൽക്കുന്ന ഒരു കവി. സാധാരണ കവികളെ ഈ മഴയെ കുറിച്ചൊക്കെ എഴുതുന്നത്, എന്നാ ഞാൻ എഴുതുന്നത് വെയിലിനെ കുറിച്ച്. പറഞ്ഞ കേട്ടോ, പറ. വെയിലടിക്കട്ടെ, ഉരുകട്ടെ, തിളച്ചു മറിയട്ടെ, എല്ലാരും വിയർത്തൊലിക്കട്ടെ, ദാഹിക്കട്ടെ. എന്താണ് ഈ കവിതയുടെ രചനയിൽ മഴയെ കുറിച്ചല്ലാതെ വെയിലിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്നത്?
നിന്റെ ഒരു ചേട്ടൻ ഇപ്പൊ ജ്യൂസ് കട തുടങ്ങിയിരിക്കുന്നു. മഴ പെയ്ത കച്ചവടം നടക്കുവോ? ഇല്ല. ആ അതുകൊണ്ട് വെയിലടിക്കട്ടെ, ഉരുകട്ടെ, എല്ലാരും വിയർക്കൊലിക്കട്ടെ, ദാഹിക്കട്ടെ. ഉണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാശുണ്ട്. അയ്യോ അതുകൊണ്ടില്ല. അയ്യോടെ ഞാൻ കാശ് ചോദിച്ചല്ല, പിന്നെ കടക്കാരന്റെ ഒരു ദിവസം എന്ന കവിതയിലെ ആദ്യ വരിയ. ഞാൻ പോട്ടെ, അല്ല ഞാൻ പോട്ടെ, വലിയട്ടെ, ഓടട്ടെ. പിന്നെ നിക്കായിപ്പോ ഞാൻ അതെന്തോന്ന് കവിത? അതിന് അവാർഡൊന്നും കിട്ടൂല, ഗ്രാമർ ഇല്ലാത്ത കവിത. വെയിലടിക്കട്ടെ. ൂണുറക്കൊന്നും ഇല്ലടേ, രാത്രിയും കിടക്കാൻ തന്നല്ലേ. ഇത് അങ്ങനെയുള്ള കറക്കമല്ലോ ഗുരു. പിന്നെ സതിച്ചേച്ചി ചിലരെ കിട്ട് വട്ടം കറക്കാൻ തുടങ്ങുന്ന ഒരു സംശയം. എന്തിനാ കാര്യം? എന്ത്? സതിച്ചേച്ചി ഏർപ്പാട് ചെയ്യുന്ന ഏജന്റ് പേമാരില്ലേ, അവര് വൈകുന്നേരം കാശ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നതാ. ദേ ഇതുവരെ അവരെ കണ്ടില്ല. ഇത് പ്രശ്നമാവൂലോടെ പത്മമാറേ.